കരയിൽ ഏറ്റവും വേഗതയിൽ സഞ്ചരിക്കാൻ കഴിയുന്ന ജീവി. മാർജാര വർഗത്തിൽപ്പെട്ട ജീവി. മണിക്കൂറിൽ 110 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്ന ഈ ജീവിയാണ് ചീറ്റ. കരയിൽ ഏറ്റവും വേഗതയിൽ സഞ്ചരിക്കാൻ കഴിവുള്ള ജീവിയാണ് ചീറ്റപ്പുലികൾ. പൂച്ച വംശത്തിൽപ്പെട്ട ഒരു ജീവിയാണിത്. ഏകദേശം 110 കിലോമീറ്റർ വേഗതയിൽ ഇവയ്ക്ക് ഓടാൻ സാധിക്കുന്നു. കൂടാതെ തവിട്ട്, ക്രീം എന്നീ കളറുള്ള രോമങ്ങളും ഇവയ്ക്ക് കാണപ്പെടുന്നു. മാത്രമല്ല കട്ടിയുള്ള കറുത്ത പാടുകളും കാണുന്നു. ചീറ്റകളുടെ തല ചെറുതും വൃത്താകൃതിയിലുള്ളതുമാണ്. ഒരു ചെറിയ മൂക്കും മുഖത്ത് കറുത്ത വരകളും കാണാൻ സാധിക്കുന്നു. ഏകദേശം 1 മീറ്റർ മുതൽ 1.5 മീറ്റർ വരെയാണ് ചീറ്റകളുടെ നീളം. കൂടാതെ ഒരു പൂർണ്ണ വളർച്ചയെത്തിയ ഒരു ചീറ്റപ്പുലിക്ക് 45 മുതൽ 72 കിലോഗ്രാം വരെ ഭാരവും വയ്ക്കുന്നു. 18ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലാണ് ചീറ്റപ്പുലികളെ ആദ്യമായി തിരിച്ചറിയുന്നത്. ആഫ്രിക്കയിലും മധ്യ ഇറാനിലുമുള്ള 5 തരം ചീറ്റപ്പുലികളെ ഇതുവരെ കണ്ടുപിടിച്ചിട്ടുണ്ട്. 2002 ആഫ്രിക്കയിൽ നിന്നും ചീറ്റയുടെ ഒരു സ്പീഷീസിനെ ഇന്ത്യയിലെത്തിച്ചു. വടക്ക് പടിഞ്ഞാറൻ, കിഴക്ക്, തെക്കൻ ആഫ്രിക്ക, മധ്യ ഇറാൻ എന്നിവിടങ്ങളിൽ ചീറ്റകളെ കാണാൻ സാധിക്കുന്നത്. സെറംഗട്ടിയിലെ സവാനകൾ, സഹാറയിലെ വരണ്ട പർവ്വതനിരകൾ, മലയോര മരുഭൂമി പ്രദേശങ്ങൾ എന്നിങ്ങനെ വിവിധ ആവാസ വ്യവസ്ഥകളിലാണ് ഇത് ജീവിക്കുന്നത്. പൊതുവെ ചീറ്റകൾ 3 പ്രധാന ഗ്രൂപ്പുകളായാണ് ജീവിക്കുന്നത്. അമ്മച്ചീറ്റകളും കുഞ്ഞുങ്ങളും, ആൺചീറ്റകളുടെ ഗ്രൂപ്പുകൾ, പിന്നെ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ചീറ്റകൾ എന്നിങ്ങനെ 3 ഗ്രൂപ്പുകളായാണ് ഇവ ജീവിക്കുന്നത്. ചീറ്റകൾ പ്രധാനമായും പകൽ സമയങ്ങളിലാണ് വേട്ടയാടുന്നത്. ചെറുതും ഇടത്തരവുമുള്ള ഇരകളെയാണ് ഇവ പ്രധാനമായും ആഹാരമാക്കുന്നത്. ഇവ പകൽ സമയങ്ങളിൽ വേട്ടയാടുന്നതിനാൽ രാത്രി സമയങ്ങളിൽ വേട്ടയാടുന്ന മൃഗങ്ങളിൽ നിന്നുള്ള മത്സരം ഒഴിവാകുന്നു. ഏകദേശം 3 മാസം നീണ്ടു നിൽക്കുന്ന ഗർഭകാലമാണ് ഇവയ്ക്കുള്ളത്. പ്രസവത്തിന് ശേഷം പെൺചീറ്റകൾ 2 മുതൽ 5 കുഞ്ഞുങ്ങൾക്ക് വരെ ജന്മം നൽകുന്നു. ഇവയ്ക്ക് ജനിക്കുമ്പോൾ കണ്ണ് കാണുവാൻ സാധിക്കില്ല. ആദ്യത്തെ കുറച്ച് മാസം ഇവ മുലപ്പാൽ മാത്രമാണ് കുടിക്കുന്നത്. ഈ സമയം അമ്മച്ചീറ്റയുടെ കരുതൽ ഏറ്റവും കൂടുതൽ വേണ്ട സമയം കൂടിയാണ്. ഏകദേശം 3 മാസം പ്രായമാകുമ്പോൾ ചീറ്റക്കുഞ്ഞുങ്ങൾ അമ്മയുടെ കൂടെ വേട്ടയാടലിൽ പങ്കുചേരുന്നു. ഇവ വിജയകരമായി വേട്ടയാടുന്നതുവരെ അമ്മയോടൊപ്പം തുടരുകയും ചെയ്യുന്നു. 18 മാസം അല്ലെങ്കിൽ 2 വയസ്സ് പൂർത്തിയാകുമ്പോൾ ചീറ്റകൾ സ്വന്തം പ്രദേശങ്ങൾ കണ്ടെത്തുന്നു. ചീറ്റകളുടെ എണ്ണത്തിൽ ഇത്രയും കുറവുണ്ടാകാനുള്ള കാരണം 75% വരെ ചീറ്റക്കുട്ടികളും 3 മാസത്തിൽ കൂടുതൽ ജീവിക്കില്ല. അതിൻ്റെ കാരണം അമ്മച്ചീറ്റ ഇര തേടിപ്പോകുന്ന സമയത്ത് പല മൃഗങ്ങൾക്കും ഇവ ആഹാരമാകുന്നു എന്നതിനാലാണ്. ചീറ്റകൾക്ക് അസാധാരണമായ കാഴ്ചശക്തിയുണ്ട്. അതിനാൽ കാഴ്ചശക്തി ഇവയെ വേട്ടയാടാൻ നന്നായി സഹായിക്കുന്നു. പലപ്പോഴും ചീറ്റകൾ തുറസായ സ്ഥലങ്ങളിലാണ് വേട്ടയാടുന്നത്. വേഗത്തിൽ ഇരയെ പിന്തുടർന്ന് പിടിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. വൈൽഡ് ബീസ്റ്റുകൾ, സീബ്ര, മാനുകൾ, മുയലുകൾ, ചെറിയ ജീവികൾ എന്നിവയൊക്കെയാണ് ഇവയുടെ പ്രധാന ആഹാരം. പ്രായപൂർത്തിയായ ചീറ്റപ്പുലികൾ അതിൻ്റെ ആവാസ വ്യവസ്ഥയിലെ ഒരു പ്രധാന വേട്ടക്കാരനാണ്. അതുകൊണ്ട് തന്നെ ഇവയ്ക്ക് ശത്രുക്കളും വളരെ കുറവാണ്. എന്നിരുന്നാലും ചീറ്റകൾ വളരെയധികം ദുർബലന്മാരാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും സിംഹങ്ങൾക്കും ഹൈനകൾക്കും ചീറ്റക്കുട്ടികൾ ഇരയാവാറുണ്ട്. ചീറ്റകളിലെ വിവിധ സ്പീഷീസുകൾ തമ്മിൽ പലതരത്തിലുള്ള വ്യത്യാസങ്ങൾ കണ്ടുവരുന്നു. ചുറ്റുമുള്ള പരിസ്ഥിതിയെ ആശ്രയിച്ച് അവയുടെ രോമത്തിന്റെ നിറം ചെറുതായി മാറുന്നു. കൂടാതെ കൂടുതൽ വരണ്ട പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന ചീറ്റകൾ ഭാരം കുറഞ്ഞതും ചെറിയ കറുത്ത പാടുകളുള്ളതുമാണ്. എന്നാൽ ദക്ഷിണാഫ്രിക്കൻ പുൽമേടുകളിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന ചീറ്റകൾ ഇരുണ്ടതും അല്പം വലുതും വലിയ പാടുകളുള്ളതുമാണ്. ചീറ്റപ്പുലികൾക്ക് അലറാൻ കഴിയില്ല. എങ്കിലും 1 മൈലിലധികം ദൂരെ നിന്ന് കേൾക്കാൻ കഴിയുന്ന ഉയർന്ന ഉച്ചത്തിലുള്ള മുഴക്കം ഉൾപ്പെടെയുള്ള വ്യത്യസ്ത ശബ്ദങ്ങൾ അവ പുറപ്പെടുവിക്കുന്നു. 5 തരം ചീറ്റകളാണ് ഇന്ന് ഭൂമിയിലുള്ളത്. വടക്കു പടിഞ്ഞാറൻ ചീറ്റ. ഇളം നിറമുള്ള രോമക്കുപ്പായമാണ് ഇതിനുള്ളത്. ജനിക്കുമ്പോൾ ഈ ചീറ്റകൾക്ക് തവിട്ട് നിറമാണുള്ളത്. എന്നാൽ പ്രായമാകും തോറും ഇത് കറുത്ത പുള്ളികളായി മാറുന്നു. ഈ ചീറ്റകൾ സഹാറൻ ചീറ്റകൾ എന്നും അറിയപ്പെടുന്നു. അടുത്തൊരു വർഗമാണ് വടക്ക് കിഴക്കൻ ആഫ്രിക്കൻ ചീറ്റ അഥവാ സൊമാലി ചീറ്റ. ഇന്ന് ഏകദേശം 950 സൊമാലി ചീറ്റകൾ മാത്രമാണുള്ളത്. പരുക്കൻ രോമങ്ങളുള്ള ഇരുണ്ട നിറത്തിലുള്ള ഒരു ചീറ്റവർഗമാണിത്. കൂടാതെ വെളുത്ത നിറത്തിലുള്ള വയറും കട്ടിയുള്ള വാലുമുണ്ട് ഇവയ്ക്ക്. അടുത്ത വർഗമാണ് ഏഷ്യാറ്റിക് ചീറ്റ. ഏഷ്യയിൽ അവശേഷിക്കുന്ന ഏക ചീറ്റവർഗമാണിത്.
ആഫ്രിക്കൻ ചീറ്റകളെ പോലെ നീളമുള്ളതല്ല അവയുടെ മേനിയും അവയുടെ വാലും. ഇവയുടെ വാലിൻ്റെ അറ്റത്ത് കറുത്ത വരകളുണ്ട്. അടുത്ത ഒരു ചീറ്റ വർഗ്ഗമാണ് കിഴക്കൻ ആഫ്രിക്കൻ ചീറ്റ അഥവാ ടാൻസാനിയൻ ചീറ്റ. ടാൻ നിറമാണ് ഇവയ്ക്കുള്ളത്. മുഖത്തുള്ള വരകൾ മറ്റ് ചീറ്റ ഇനങ്ങളെ അപേക്ഷിച്ച് വലുതായിരിക്കും. ഇവയുടെ വാലിൽ കറുത്ത വളയങ്ങളുണ്ട്. അഞ്ചാമത്തെ ഇനം ചീറ്റ വർഗ്ഗമാണ് സൗത്ത് ആഫ്രിക്കൻ ചീറ്റ അഥവാ നബിയൻ ചീറ്റ. സൗത്ത് ആഫ്രിക്കയിലെ പുൽമേടുകളിൽ കാണപ്പെടുന്ന ഒരിനം ചീറ്റ വർഗ്ഗമാണിത്. ഇവയുടെ രോമത്തിന് ഗോൾഡൻ നിറമാണുള്ളത്. ഭാവിയിൽ സ്വാഭാവിക പരിസ്ഥിതിയിൽ വംശനാശം സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു ജീവിയാണ് ചീറ്റകൾ. ആവാസ വ്യവസ്ഥയുടെ നഷ്ടം ലോകത്തിലെ ചീറ്റപ്പുലികളുടെ എണ്ണം ഗണ്യമായി കുറയുന്നതിന് കാരണമായി. ലോകമെമ്പാടുമുള്ള മൃഗശാലകളിലും കാടുകളിലും ഇന്ന് ഏകദേശം 7000 ചീറ്റകൾ മാത്രമാണുള്ളത്. ചീറ്റകൾക്കിപ്പോൾ ആഫ്രിക്കയിലും ഇറാനിലും മാത്രമാണ് സ്വാഭാവിക ആവാസ വ്യവസ്ഥയുള്ളത്. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.